ഇടുക്കി ജില്ലയിലെ ജനപ്രതിനിധികൾ ജനങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കണമെന്ന് ഇടുക്കി രൂപത മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നിൽ. ഇടുക്കി രൂപത കാര്യാലയത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കെതിരെ നടന്ന രണ്ടാം ഘട്ട സമര പ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങൾക്ക് രൂപതയുടെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു. രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കലിന് ബിഷപ്പ് പതാക കൈമാറി രണ്ടാം ഘട്ട സമരം ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിലെ പോലെ ഇടുക്കിയിലുള്ള മനുഷ്യരും അവകാശങ്ങൾ ഉള്ളവരാണ്. ഒരു മതവിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇടുക്കിയിലേതെന്ന് മാർ ജോൺ നെല്ലിക്കുന്നിൽ പറഞ്ഞു. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണയും സഹകരണവും ഭൂപ്രശ്നത്തിലുണ്ടാകണം. ബഫർ സോൺ വിഷയത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ധീരമായ ഇടപെടലും സമരങ്ങളും ജനങ്ങളിൽ പ്രത്യാശയുണർത്തിയിരിക്കുന്നു. ജില്ലയിലെ ജനങ്ങളോട് ഭരണകൂടം വർഷങ്ങളായി കാണിക്കുന്ന അവഗണനയും അപമാനവും തുടരുകയാണെന്ന് മാർ ജോൺ നെല്ലിക്കുന്നിൽ ആരോപിച്ചു. ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും നിയമനിർമ്മാണം നടത്താനും ആരുമില്ലാത്ത അവസ്ഥയാണ്. രണ്ടാം തരം പൗരന്മാരായാണ് ഇടുക്കിയിലെ ജനങ്ങളെ ഭരണാധികാരികൾ കാണുന്നതെന്നും മാർ ജോൺ നെല്ലിക്കുന്നിൽ തുറന്നടിച്ചു. ജില്ലയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകാൻ പ്രേരിപ്പിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യഘട്ട സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ഭൂവിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെടാതെ വന്നതോടെയാണ് AKCCയുടെ നേതൃത്വത്തിൽ ഇടുക്കി രൂപത രണ്ടാം ഘട്ട സമരത്തിന് തുടക്കം കുറിച്ചത്. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുക, ബഫർ സോൺ വനത്തിനുള്ളിൽ മാത്രമായി നിലനിർത്തുക, നിർമ്മാണ നിരോധനം പിൻവലിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക, വനാതിർത്തികളിലെ കുടിയിറക്ക് നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി രണ്ടാം ഘട്ട കർഷക സമരം തുടങ്ങുന്നത്. യൂണിറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള സമരങ്ങൾക്കാണ് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം നൽകുക. AKCC രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ദീപിക സീനിയർ റിപ്പോർട്ടർ KS ഫ്രാൻസിസ് വിഷയാവതരണം നടത്തി. രൂപത ജനറൽ സെക്രട്ടറി സിജോ എലന്തൂർ, രൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് എടവക്കണ്ടം, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട്, ട്രഷറർ ബേബി കൊടകലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷെക്കിന ന്യൂസ്, ഇടുക്കി.